കേരള വിഷൻ കേബിൾ ടിവി ഉപയോക്താക്കൾക്ക് ഇനി രാജ്യത്ത് എവിടെയും മൊബൈൽ ഫോണിലൂടെ ടെലിവിഷൻ ചാനലുകൾ കാണാം. കെവി ഗോ എന്ന പുതിയ മൊബൈൽ ടിവി സേവനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി ജൂലൈ 1 മുതൽ സേവനം ലഭ്യമാകും. കേരള വിഷന്റെ കേബിൾ ടിവി ഉപയോഗിക്കുന്നവർക്ക് ഇനി മുതൽ രാജ്യത്ത് എവിടെയിരുന്നും മൊബൈൽ ഫോണിലൂടെ ടിവി ചാനലുകൾ കാണാം. മൊബൈൽ ഫോണിലും ടെലിവിഷൻ ചാനലുകൾ ലഭ്യമാകുന്ന പുതിയ സേവനത്തിനാണ് കെവി ഗോയിലൂടെ കേരള വിഷൻ തുടക്കം കുറിക്കുന്നത്. കെവി ഗോ സേവനത്തിന്റെ ലോഞ്ചിംഗ് തിരുവനന്തപുരത്ത് പ്രശസ്ത സിനിമാ സീരിയൽ നടൻ കെ മേനോൻ നിർവഹിച്ചു. കേരള വിഷന്റെ കേബിൾ ടിവി ഉപയോഗിക്കുന്നവർക്ക് തങ്ങളുടെ പക്കലുള്ള 1-2 മൊബൈൽ ഫോണുകൾ സൗജന്യമായി ഈ സേവനം ലഭിക്കുകയെന്ന് KCCL ചെയർമാൻ സുരേഷ് കുമാർ PP പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ വീട്ടിലുള്ള സെറ്റ് ടോപ്പ് ബോക്സിൽ നമ്മുടെ പ്രധാന ചാനലായ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള സ്പോർട്സ് ചാനലുകൾ, പ്രത്യേകിച്ച് സ്റ്റാറിൻ്റെ സ്പോർട്സ് ചാനലുകൾ, സ്റ്റാറിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ചാനലുകൾ, നമ്മുടെ പ്രധാനപ്പെട്ട വീട്ടിലെ മലയാളിയുടെ ചാനലായിട്ടുള്ള ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള 63 ചാനലുകളാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ കെവി ഗോ വഴി നൽകുന്നത്. നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിനാണ് നമ്മൾ പണം അടയ്ക്കുന്നത്. ആ സെറ്റ് ടോപ്പ് ബോക്സ് വീടിനുള്ളിലാണ്. പക്ഷേ ഈ ഫീച്ചർ ലഭിക്കുന്നതോടുകൂടി ആ സെറ്റ് ടോപ്പ് ബോക്സ് ഉള്ള 1-2 മൊബൈലിൽ, അതായത് ഒരു മൊബൈൽ നമ്പറിൽ തന്നെ ഹയർ പാക്കേജ് ആയിട്ടുള്ള കേരള വിഷൻ്റെ HD ആണെങ്കിൽ 2 ഡിവൈസിൽ നിങ്ങൾക്ക് ഈ ഫീച്ചർ ലഭിക്കും. ഓക്കെ, ഇന്ത്യക്കകത്ത് ട്രാവൽ ചെയ്താലും ഈ നെറ്റ്വർക്കിലായിക്കോട്ടെ, കേരള വിഷൻ്റെ IPTV എന്ന് പറയുന്ന കേരള വിഷൻ്റെ തന്നെ നെറ്റ്വർക്കിലാണ് വർക്ക് ചെയ്യുക. പക്ഷേ ഇതേ കണ്ടന്റ് നിങ്ങൾ ഏത് മറ്റ് ടെലികോം നെറ്റ്വർക്കിലാണെങ്കിലും ഈ കീ വഴിയിലൂടെ കെവി ഗോ എന്ന ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവും. ആദ്യഘട്ടത്തിൽ ഏഷ്യാനെറ്റ്, സ്റ്റാർ പ്ലസ്, കളേഴ്സ്, സ്റ്റാർ സ്പോർട്സ് ഉൾപ്പെടെയുള്ള ജിയോ സ്റ്റാറിന്റെ എല്ലാ ചാനലുകളിലും HD നിലവാരത്തിൽ മൊബൈൽ ഫോണിൽ കിട്ടുമെന്നതാണ് കെവി ഗോയുടെ പ്രത്യേകത. കേരള വിഷന്റെ KEE എന്ന OTT IPTV മൊബൈൽ ആപ്ലിക്കേഷനിലാണ് ഈ സേവനം ലഭിക്കുക. KEE OTT ആപ്പ് ലഭിക്കാൻ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യണം. തുടർന്ന് കേരള വിഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നൽകി OTP ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ കെവി ഗോ ആക്റ്റീവ് ആകും. കേരള വിഷന്റെ ഉപയോക്താക്കൾക്ക് ഇന്ത്യയിൽ എവിടെയും ഈ സേവനം ലഭിക്കുമെന്നതാണ് കെവി ഗോയുടെ സവിശേഷത. IPTV സേവനം ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ള കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഉപയോക്താക്കൾക്കും ഈ സേവനം ലഭിക്കുമെന്ന് KCCL മാനേജിംഗ് ഡയറക്ടർ അനിൽ മംഗലത്ത് പറഞ്ഞു. എവിടെ വേണമെങ്കിലും സഞ്ചരിക്കുമ്പോൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ, ഏത് നെറ്റ്വർക്കിലും ലഭ്യമാവുന്ന രീതിയിൽ, മൊബൈലിലോ അല്ലെങ്കിൽ അവരുടെ ടാബിലോ ഒക്കെ ലഭ്യമാവുന്ന രീതിയിൽ കേബിൾ TV സേവനങ്ങൾ, കേബിൾ ചാനലുകളുടെ സേവനങ്ങൾ കെവി ഗോ എന്നുള്ള ബ്രാൻഡിൽ അവതരിപ്പിക്കുകയാണ്. ഇത് കേരളത്തിൽ ആദ്യമായി അവതരിപ്പിക്കുന്ന കമ്പനിയും കേരള വിഷനാണ്. തീർച്ചയായിട്ടും അത് സാധാരണക്കാരനും മറ്റ് പുതിയ തലമുറ കുട്ടികൾക്കും ഒക്കെ ഉപകാരപ്രദമാകുന്ന ഒരു ഡിവിഷനാണ് ഈ ആരംഭിച്ചിട്ടുള്ള കെവി ഗോ എന്നുള്ളത്. കെവി ഗോ പ്ലാറ്റ്ഫോം നിലവിൽ കീ എന്നുള്ള നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ലഭ്യമാകുന്നത്. കീയിൽ OTTകൾ ലഭ്യമാണ്. കെവി ഗോയിൽ തുടക്കത്തിൽ ജിയോ സ്റ്റാർ ചാനലുകൾ മാത്രമാണ് ലഭിക്കുന്നതെങ്കിലും മറ്റ് ബ്രോഡ്കാസ്റ്റർമാരുടെ ചാനലുകളും ക്രമേണ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കും. പ്രൊമോഷന്റെ ഭാഗമായി 2 മാസത്തേക്ക് എല്ലാ കേരള വിഷൻ ഡിജിറ്റൽ TV വരിക്കാർക്കും ഈ സേവനം ലഭിക്കുന്നതാണ്. തുടർന്നും കെവി ഗോ ലഭ്യമാകണമെങ്കിൽ ഇക്കണോമിയോ അതിനു മുകളിലുള്ള കേബിൾ TV പാക്കേജുകളോ ആക്ടിവേറ്റ് ചെയ്യേണ്ടതാണ്. കേരള വിഷനിൽ മാത്രമേ സംസ്ഥാനത്ത് കെവി ഗോ സേവനം ലഭിക്കുകയുള്ളൂ. 30 ലക്ഷം കേബിൾ TV വരിക്കാരും 15 ലക്ഷത്തോളം ഇന്റർനെറ്റ് വരിക്കാരുമുള്ള രാജ്യത്തെ ആദ്യത്തെ 5 സേവനദാതാക്കളുടെ പട്ടികയിൽപ്പെടുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ സേവനദാതാവാണ് കേരള വിഷനെന്നും KCCL ഭാരവാഹികൾ പറഞ്ഞു. ജിയോ സ്റ്റാർ ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ടർ സുനോഷ് കുമാർ NK, KCCLന്റെയും KVBLന്റെയും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ പത്മകുമാർ N, കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മാനേജിംഗ് ഡയറക്ടർ K ഗോവിന്ദൻ, കേരള വിഷൻ ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജ്യോതികുമാർ VS, ന്യൂസ് മലയാളം MDയും COA എക്സിക്യൂട്ടീവ് അംഗവുമായ അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.